ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ലൊരു മധുരം ഉണ്ടാക്കിയാലോ. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ലോട്ടസ് ബിസ്കോഫ് ബ്രൗണി. അപ്പോൾ നല്ല അടിപൊളി ബ്രൗണിയാണ്. നല്ല ചോക്ലേറ്റും ലോട്ടസും ആ ഒരു സ്പ്രെഡും ഒക്കെ ഉണ്ടായിട്ട് അതിങ്ങനെ ഓരോ ബൈറ്റ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ പറയണ്ടേ, അതൊന്നും പറയാണ്ടിരിക്കുന്നതല്ലേ. എന്തായാലും നിങ്ങളിത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാന്, നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാന് അടുപ്പത്ത് വെക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 150 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ചോക്ലേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രണ്ടിൻ്റെയും കോംബോ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കോംബോ കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബ്രൗണിക്ക്. അപ്പോൾ 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും അത് രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വരും കേട്ടോ. നമ്മുടെ ബട്ടറും ചോക്ലേറ്റും കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഈ ഒരു ചോക്ലേറ്റ് മെൽട്ടിങ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സാധാരണ ഒരു വിസ്ക് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു മിക്സറിലോ അല്ലെങ്കിൽ ഒരു ബീറ്ററിലോ വെച്ചിട്ട് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേണം ഇതൊന്നും ബീറ്റ് ചെയ്യാൻ. ഒരു 2-3 മിനിറ്റ് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോമിൽ എത്തും കേട്ടോ. എന്ന് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന പോലെ നല്ല ക്രീമി ആയിട്ടൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് ഹൈ സ്പീഡിൽ ആ ഒരു മുട്ടയും വാനില എസൻസും നമ്മുടെ പഞ്ചസാര പൊടിച്ചതും കൂടി ഒന്ന് മിക്സ് ആവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈം മാത്രമേ വേണ്ട കേട്ടോ. 2-3 മിനിറ്റ് ഇതുപോലെയായിരിക്കും കിട്ടുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലത്തെ ബീറ്റർ വെച്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ സെയിം ബൗളിൽ തന്നെയാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമില്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബൗളിൽ അരിച്ചെടുക്കാം. അപ്പോൾ അരിപ്പ വെക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് സീവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ലംസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ചെറിയ ചെറിയ ലംസൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു തവണയെങ്കിലും നമ്മളിത് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് വേണ്ട, അത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒരേ റൊട്ടേഷനിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടുള്ള ബാറ്റർ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഈ കട്ടിയായിട്ടുള്ള ബാറ്ററിലേക്ക് നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള ബാറ്റർ നമുക്ക് കിട്ടുള്ളൂ. നല്ല പോലെ മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിതാ ഒരു 9 ഇഞ്ച് സ്ക്വയർ ടിൻ എടുക്കാം. അതൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബട്ടർ പേപ്പർ ചുറ്റും ഒന്ന് വെച്ചെടുക്കാം കേട്ടോ. നമ്മൾ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് എന്തായാലും ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് മൊത്തമായിട്ട് പിടിച്ച് നമുക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ മസ്റ്റായിട്ടും വിരിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ഫോമിൽ തന്നെ നമ്മൾ ബാറ്റർ കിട്ടിയിട്ടുണ്ട്.
ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതാ കുറച്ച് ചോക്ലേറ്റ്സ് ഇതിൻ്റെ ഇടയിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 4-5 പീസ് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലോട്ടസ് ബിസ്കോഫ് ബ്രൗണി ആണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസ്കോഫിൻ്റെ ക്രീം ഉണ്ടല്ലോ, സ്പ്രെഡ്, അത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് ഇതുപോലെ നല്ലോണം ലൂസാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബ്രൗണി ബാറ്ററിൻ്റെ മേലിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ലൂസാക്കിയിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കുപ്പി നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടും കേട്ടോ. സ്പൂണോട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് മെൽട്ടായിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ബ്രൗണിൻ്റെ മേലിൽ. എന്നിട്ട് സ്ക്വയർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ആക്കുക. അതിനാവശ്യമൊന്നുമില്ല, കാരണം ബേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോലൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 തന്നെ നമുക്കൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കിത് ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഓരോ പീസാക്കിയിട്ട് ഇത് നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ എടുത്തിട്ട് ബോക്സിലാക്കിയിട്ട് സെയിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പീസായിട്ട് കൊടുക്കുന്നുണ്ട്, ഇതുപോലെ പീസാക്കിയിട്ട് ബോക്സിലാക്കിയിട്ട് സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേറെ സിറപ്പോ കാര്യങ്ങളോ വേണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഡിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചോക്ലേറ്റ് സ്പ്രെഡോ അതല്ലെങ്കിൽ നമ്മളെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ബിസ്കോഫിൻ്റെ സ്പ്രെഡ് തന്നെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ മേലൊരു കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പല വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടായിരുന്നു, ഹെർഷീസിൻ്റെ. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ മേലിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ്. എന്നിട്ട് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങ് കഴിക്കാം കേട്ടോ. പിന്നെ ആവശ്യമൊന്നുമില്ല, വെറുതെ ഒരു വീഡിയോക്ക് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇത് ബേക്കാവുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ലവേഴ്സിന് എന്തായാലും ഈ ഒരു ബ്രൗണി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്. താങ്ക് യു.